ക്യാരറ്റ് വെച്ചിട്ടുള്ള ബർഫിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം ബർഫിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 700 ഗ്രാം ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു കപ്പ് അളവ് പറയുകയാണെങ്കിൽ ഒരു 5 കപ്പ് ക്യാരറ്റ് ഉണ്ട്. ബർഫി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്കോ സ്റ്റീലോ യൂസ് ചെയ്യാം. അലൂമിനിയത്തിൻ്റെ പാത്രമൊന്നും ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ പാനിന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാനൊക്കെ എളുപ്പം ഇതുപോലത്തെ പാത്രങ്ങളായിരിക്കും. ഇത് അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യും അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്ന് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്യാരറ്റ് നല്ല സോഫ്റ്റായി കിട്ടും. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഒരു 3-4 സ്റ്റേജ് ആയിട്ടാട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജാണിത്. അടച്ചു വെച്ച് വേവിച്ചുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ച പാലൊന്നല്ല, നോർമലായിട്ടുള്ള പാല് തന്നെയാണ്. പാല് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാലൊന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ പാൽ അത്യാവശ്യം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റും കൂടി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ക്യാരറ്റിൻ്റെ പരുവം നോക്കണം. ഇപ്പോൾ ക്യാരറ്റ് നല്ല സോഫ്റ്റാണ്. നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഉടച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ചൂട് കൊണ്ട് ഇപ്പോൾ പഞ്ചസാര മെൽറ്റാകാൻ തുടങ്ങും. ഇങ്ങനെ മെൽറ്റായിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇതിന് പകരം ഏലക്കായ് പൊടിയും യൂസ് ചെയ്യാം. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു പഞ്ചസാര പാനി കിടന്നിട്ട് ക്യാരറ്റ് നന്നായിട്ട് തന്നെ വെന്ത് ഉടഞ്ഞ് വരണം. നന്നായിട്ട് വിളഞ്ഞ് കിട്ടണം ക്യാരറ്റ്. അതുമല്ല നമ്മുടെ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ക്യാരറ്റിൻ്റെ ആ ഒരു പച്ചച്ചവയൊക്കെ നമുക്ക് ഇല്ലാണ്ടാവുക. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് പഞ്ചസാര പാനി വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒരു 3/4 കപ്പോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഓപ്ഷനിലാണോ എന്ന് പലരും ചോദിക്കും. ഇപ്പം തന്നെ പറയാം, പാൽപ്പൊടി ഓപ്ഷനിലല്ല. നമ്മുടെ ബർഫി നല്ല കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ഇതിലേക്ക് പാൽപ്പൊടി ചേർത്തേ പറ്റുള്ളൂ. പിന്നെ നല്ല ടേസ്റ്റുമാണ് പാൽപ്പൊടി ഈ ഒരു ബർഫിയിലേക്ക് ആഡ് ചെയ്യുമ്പം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. പാൽപ്പൊടി കട്ട കെട്ടും, അതൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഏലക്കായുടെയും കൂടി ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂണോളം ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല മാവ് പരുവത്തിൽ നമ്മുടെ പാനിന് വിട്ട് വരണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അലുമിനിയം പാത്രങ്ങളൊന്നും ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. ഈ അവസാന സ്റ്റേജിലാണ് പണി കിട്ടുക. നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് പാനിന് എല്ലാം കൂടി ഒന്നിച്ച് തന്നെ സെപ്പറേറ്റ് ആയി കിട്ടണം. അതുവരെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. ഇപ്പോൾ കണ്ടില്ല, ഒന്നും സെപ്പറേറ്റ് ആയി പോകുന്നില്ല, എല്ലാം നമുക്ക് ഒന്നിച്ച് തന്നെ കിട്ടുന്നുണ്ട്.
ഈ സമയത്ത് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അടുപ്പത്തുനിന്ന് മാറ്റി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പുഡിംഗ് ട്രേയിലേക്കാണ് മാറ്റുന്നത്. ഈ ട്രേയിൽ ഞാനൊരു ഫോയിൽ പേപ്പർ വിരിച്ചിട്ടുണ്ട്, എളുപ്പത്തിൽ നമുക്കത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്താൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ തടിത്തവ യൂസ് ചെയ്താലും മതി. ഇതിലിപ്പം മധുരം ബാലൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതുകൊണ്ടാട്ടോ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കാതിരുന്നത്. ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഓപ്ഷനിലാണ്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. സെറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇതുപോലെ നല്ല ഷേപ്പാക്കി എടുക്കണം, എന്നാലേ നമുക്കൊരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കിട്ടിയാൽ തന്നെ ഇത് നന്നായിട്ട് സെറ്റായിക്കോളും. പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിലേക്ക് വെച്ചാൽ മതി. സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് ട്രേന്ന് പുറത്തെടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് ആട്ടോ ഇത്. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. ഇത് നമുക്ക് ഗൾഫിലേക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റും കൂടിയാണ്. ഒരാഴ്ച വരെയൊക്കെ ഇത് കേടുകൂടാതെ ഇരിക്കും. ഞാനിപ്പോൾ ഇതെൻ്റെ ബ്രദറിന് കൊടുത്തേക്കാൻ വേണ്ടി റെഡിയാക്കി എടുത്തതാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുമല്ലോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്